നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു വലിയ കാത്തിരിപ്പിന് ശേഷം കോൺഗ്രസിൻ്റെ ഏതാണ്ട് എല്ലാ പേരുകളും എല്ലാ സ്ഥാനാർത്ഥികളും തയ്യാറായിരിക്കുകയാണ്. ഇന്നലെ രാത്രി നടന്ന വലിയ നാടകം കെ സുധാകരനെ അനുനയിപ്പിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദത്തിലായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ് നേതാക്കൾ. അവരൊക്കെ ഒത്തുപിടിച്ച് ഒടുവിൽ സുധാകരൻ പാർട്ടിക്ക് വഴങ്ങുന്നു. കണ്ണൂരിൽ മത്സരിക്കാനില്ല എന്ന് പറയുന്നു. ഒരു ഘട്ടത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊക്കെയുള്ള വാർത്തകൾ, സുധാകരനൊപ്പം ഉള്ളവരും മത്സരിക്കുമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതെല്ലാം അവസാനിച്ചു. പാർട്ടിക്ക് വിധേയനെന്ന് പറഞ്ഞ് മടങ്ങുന്നു. മട്ടന്നൂരിലെ വിമാനത്താവളത്തിൽ ഇന്നലെ രാത്രിയിലെത്തി സുധാകരന് വലിയ സ്വീകരണം അണികൾ ഒരുക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥികൾ കളത്തിലാണ്. ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളും തീരുമാനമായി കഴിഞ്ഞു. ചുരുക്കം ചില മണ്ഡലങ്ങൾ ഒഴിച്ചാൽ, ഉദാഹരണം തിരുവനന്തപുരത്ത് തീരുമാനമായിട്ടില്ല. ഇടതുപക്ഷത്തിൻ്റെയും BJP-യുടെയും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനം വരണം. അതൊക്കെ ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കേവലം 2 ദിവസം മാത്രമാണ് നോമിനേഷൻ നൽകാനുള്ളത് എന്നതുകൂടി നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം അവധിയാണ്. ഇനിയിപ്പോൾ റംസാൻ്റെ ഈദുൽ ഫിത്തറുമായി ബന്ധപ്പെട്ടുള്ള അവധി, നാളെ ശനിയാഴ്ച, മറ്റന്നാൾ ഞായറാഴ്ച. അങ്ങനെ വരുമ്പോൾ കേവലം 2 ദിവസത്തിനുള്ളിൽ മാത്രം നോമിനേഷൻ സമർപ്പിക്കണമെന്നുള്ള വലിയൊരു കടമ്പ പാർട്ടികൾക്ക് മുന്നിലുണ്ട്. ഇതും പൂർത്തീകരിച്ച് വേണം മുന്നോട്ട് പോകാൻ. നമുക്കാദ്യം തലക്കെട്ടുകളിലേക്ക് വളരെ വേഗം വന്നു പോകാം. കോൺഗ്രസിന്റെ പട്ടിക പൂർണ്ണമായതോടെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും മത്സരചിത്രം വ്യക്തം. ഡൽഹിയിൽ നിന്ന് കണ്ണൂരിൽ തിരിച്ചെത്തിയ കെ സുധാകരന് പ്രവർത്തകരുടെ സ്വീകരണം. സുധാകരന്റെ അടുത്ത നീക്കം ഉറ്റുനോക്കി കോൺഗ്രസ്. പെരുമ്പാവൂരിൽ മത്സരിക്കുന്ന കാര്യത്തിൽ എൽദോസ് കുന്നപ്പള്ളിയിലും നിലപാട് പറയും. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാതെ LDF. പ്രഖ്യാപനം വൈകുന്നതിൽ CPM-ൽ കടുത്ത അതൃപ്തി. ഇന്ന് തന്നെ തീരുമാനം അറിയിക്കണമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസിനോട് CPM. ഇറാഖിനെതിരെ കടുത്ത നീക്കവുമായി അറബ് യൂറോപ്യൻ രാജ്യങ്ങൾ. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയ്ക്കായി ഒരുമിക്കും. ഇറാനിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്ന ഇസ്രായേൽ. പശ്ചിമേഷ്യയിൽ ആക്രമണം തുടരുന്നു. ചെറിയ പെരുന്നാൾ ആഘോഷത്തിൽ വിശ്വാസികൾ. ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരം. കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും മത്സരചിത്രം വ്യക്തം. KPCC മുൻ അധ്യക്ഷൻ കെ സുധാകരന് സീറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂരിൽ അഡ്വക്കേറ്റ് TO മോഹനൻ സ്ഥാനാർത്ഥിയാകും. പെരുമ്പാവൂരിൽ സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല. പകരം മനോജ് മുത്തേടനാണ് മത്സരിക്കുക. ദീപ്തി മേരി വർഗീസ്, ജോസഫ് വാഴക്കൻ, KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ തുടങ്ങിയവർക്കും സീറ്റില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവരൊക്കെ സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന ആളുകളാണ്. ജോസഫ് വാഴക്കനൊക്കെ അവിടെ പോസ്റ്റർ അടിച്ച് പ്രചരണം ആരംഭിച്ചിരുന്നു. സീറ്റ് ലഭിക്കുമെന്നുള്ള ഉറപ്പ് നേതാക്കൾ നൽകി എന്നാണ് പറഞ്ഞത്. ദീപ്തി മേരി വർഗീസും അവിടെ കൊച്ചിയിൽ ദീപ്തിയുമായി ബന്ധപ്പെട്ട ചില ഫ്ലക്സുകളൊക്കെ പ്രത്യക്ഷപ്പെട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ എൽദോസ് കുന്നപ്പള്ളി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു കടുങ്കൈ തന്നോട് ഹൈക്കമാൻഡ് ചെയ്യും എന്നുള്ളത്. എൽദോസ് കുന്നപ്പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസിൽ അതിൻ്റെ തീരുമാനമൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വന്നേക്കാം. ഇതൊക്കെയാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയത്. ഇതോടുകൂടി എൽദോസിനെ മാറ്റി നിർത്താൻ തീരുമാനിക്കുകയായിരുന്നു. സുധാകരനെ അനുനയിപ്പിക്കുക എന്നുള്ള വലിയ കടമ്പ ഇന്നലെ ഒരു മാരത്തോൺ ചർച്ചകൾക്ക് ശേഷമാണ് ഹൈക്കമാൻഡ് പൂർത്തിയാക്കിയത്. അങ്ങനെ ഓരോ തലങ്ങളിലുമുള്ള സൂക്ഷ്മമായ പരിശോധനകൾ, അതിനോടൊപ്പമുള്ള തർക്കങ്ങൾ, എന്താണ് നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അതൊക്കെ മറികടന്ന് 2ാം ഘട്ട പട്ടിക പുറത്തിറക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതാണ് ഇന്നലെ രാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവികാസം. സുധാകരൻ ഇപ്പോൾ കണ്ണൂരിലെത്തി. മട്ടന്നൂർ വിമാനത്താവളത്തിലെത്തി കണ്ണൂരിലെത്തിക്കഴിഞ്ഞു. ഇനിയുള്ള നീക്കങ്ങൾ നിർണായകമാണ്. സുധാകരനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചില നോമിനികളുടെ പേരുകൾ കണ്ണൂരിലേക്ക് നൽകിയിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതും ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. TG സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സജിത്ത്, ഇനിയിപ്പോൾ കളത്തിലേക്ക് സ്ഥാനാർത്ഥികൾ ഇറങ്ങുകയാണ്. ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലെയും മത്സര ചിത്രം വ്യക്തമായ പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ ചില നീക്കങ്ങൾ കോൺഗ്രസിലെ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ? ഉദാഹരണം ജോസഫ് വാഴക്കൻ. സുധാകരൻ അടങ്ങിയിരിക്കില്ല. ദീപ്തി മേരി വർഗീസ് അസംതൃപ്തിയിലാണ്. എൽദോസ് കുന്നപ്പള്ളിയുമായി ബന്ധപ്പെട്ട് എന്താണെന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണം. അത്തരം ചില കാര്യങ്ങൾ കൂടി വരും മണിക്കൂറുകളിൽ മനസ്സിലാവാനുണ്ട്.
അതുതന്നെയാണ് രഞ്ജിത്ത് കുഴയ്ക്കുന്ന വിഷയം. എന്തായാലും കോൺഗ്രസിന് കാത്തിരിപ്പിനൊടുവിൽ അവരുടെ സ്ഥാനാർത്ഥി പട്ടിക, രണ്ടാമട്ട സ്ഥാനാർത്ഥി പട്ടികയോടുകൂടി പൂർണ്ണമായൊരു ചിത്രം പുറത്തിറക്കാൻ കഴിയുന്നു എന്നതാണ് സാഹചര്യം. പക്ഷേ അതിന് നേരിടേണ്ടി വന്നത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളാണ്. അത് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പ്രതിഫലിക്കുമോ, അതിൻ്റെ നഷ്ടം കോൺഗ്രസിന് പേറേണ്ടി വരുമോ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ഒന്ന്, സുധാകരൻ്റെ തുടർ നീക്കം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കെ സുധാകരൻ പാർട്ടിയാണ് വലുത്, താനല്ല വലുത്, എല്ലാം പാർട്ടിക്കൊപ്പം എന്നൊരു പ്രസ്താവനയോടുകൂടി വിവാദങ്ങൾ അവസാനിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ കണ്ണൂര്, പേരാവൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലെങ്കിലും പ്രതിഫലിക്കുന്ന രീതിയിൽ സുധാകരൻ അനുയായികളുടെ ഒരു നീക്കം ഉണ്ടാകുമോ എന്നതാണ്. ഇതിന് തുടർ പ്രസ്താവനകൾ സുധാകരൻ എന്ത് നടത്തുന്നു എന്നും പ്രസക്തമാണ്. എന്തായാലും കണ്ണൂരിലെ നീക്കം നമുക്ക് പ്രത്യേകം പിന്നീട് പരിശോധിക്കേണ്ടി വരും. അതിനുമപ്പുറം സംസ്ഥാനത്തെ മറ്റു സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതൃപ്തരുടെ എണ്ണം നിരവധിയുണ്ട്. ഉദാഹരണം, കോട്ടയത്തെ കാര്യം നോക്കുമ്പോൾ, കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോൾ ഏറ്റുമാനൂർ ജോസഫ് വാഴക്കൻ എല്ലാം ഉറപ്പിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് മറ്റൊരാളുടെ പ്രഖ്യാപനം ഉണ്ടാവുന്നത്. നാട്ടകം സുരേഷിൻ്റെ പേര് വരുന്നു. സ്വാഭാവികമായും ജോസഫ് വാഴക്കൻ ഇടഞ്ഞാണ്. ജോസഫ് വാഴക്കൻ ഇടയുക എന്ന് പറഞ്ഞാൽ അത് രമേശ് ചെന്നിത്തലയുടെ അതൃപ്തി കൂടിയാണ് അതിനകത്ത് പ്രതിഫലിക്കുന്നത്. കാരണം രമേശ് ചെന്നിത്തലയാണ് വാഴക്കിന് വേണ്ടി വലിയ ശക്തമായ വാദമുയർത്തിയത്. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല, സീറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മറ്റേതൊക്കെയോ നേതാക്കളുടെ താല്പര്യത്തിനപ്പുറമുള്ള ഘടകങ്ങൾ പ്രതിഫലിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ ഹൈക്കമാൻഡ് നേരിട്ട് ഈ സുനിൽ കനകുലു അടക്കമുള്ളവരുടെ താല്പര്യങ്ങളും അവരുടെ സർവേ റിപ്പോർട്ടുകളും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമാണോ നടത്തിയത്, അതല്ലെങ്കിൽ KC വേണുഗോപാലിൻ്റെ നേരിട്ടുള്ള മറ്റു ചില താല്പര്യങ്ങൾ പ്രകടമായിട്ടുണ്ടോ? ഇപ്പോൾ മനോജ് മൂത്തേട്ടൻ തുടങ്ങിയ പേരുകളൊക്കെ അവിടെ പെരുമ്പാവൂർ വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന തർക്കവിഷയങ്ങൾ അതായി മാറിയേക്കാം. ഇപ്പോൾ ഈ മുഹമ്മദ് ഷിയാസിന് വേണ്ടി VD സതീശൻ കൊച്ചിയിൽ നടത്തിയ പരിഗണന അത് ഫലത്തിൽ നേട്ടമാകുമോ അത് കോട്ടമാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. കൊച്ചിയിൽ ലത്തീൻ സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടേക്കാണ് മുഹമ്മദ് ഷിയാസിനെ പരീക്ഷിക്കുന്നത്. അത് തിരിച്ചടിക്കുമോ എന്നൊരു വിഷയമുണ്ട്. മറ്റൊന്ന് വൈപ്പിനാണ്. വൈപ്പിനിൽ ഒരു പ്രശ്നപരിഹാരം എന്ന രീതിയിലാണ് ഒരു ലത്തീൻ സഭയുടെ സ്ഥാനാർത്ഥിക്ക്, ലത്തീൻ സമുദായാംഗമായ ഒരു സ്ഥാനാർത്ഥിക്ക് ടോണി ചമ്മണിക്ക് അവിടെ പരിഗണന കൊടുക്കുന്നത്. പക്ഷേ അതിലും പ്രതിസന്ധി ഉണ്ടായെന്നതാണ് കോൺഗ്രസിൻ്റെ ലിസ്റ്റിൻ്റെ പൊതുവായ ഇന്നലെ ലിസ്റ്റ് പുറത്തു വന്നതിന് ശേഷമുള്ള സാഹചര്യം. പെരുമ്പാവൂരിൽ എന്ത് സംഭവിക്കുമെന്നതും കണ്ടറിയേണ്ടി വരും. ഒരുപക്ഷേ എൽദോസിന് കൂടുതൽ പരിഗണന കൊടുത്ത് എൽദോസിനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പെരുമ്പാവൂരിൽ തിരിച്ചടിക്കാനുള്ള സാധ്യതയുമുണ്ട്. കോട്ടയം ജില്ലയിലേക്ക് വന്നാൽ ഈ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളിലും സമാനമായ ചില അവസ്ഥകളുണ്ട്. അവിടെയും പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നതാണ് സാഹചര്യം. കോന്നിയിലേക്ക് പോയാൽ അടൂർ പ്രകാശിൻ്റെ താല്പര്യം പരിഗണിക്കാതെ അവിടെ സതീഷ് കൊച്ചുപറമ്പിൽ എന്ന DCC പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ കോന്നിയിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നത് കണ്ടറിയേണ്ടി വരും. കാരണം അവിടെ അടൂർ പ്രകാശ് അല്ലെങ്കിൽ വിജയിച്ച് കയറാൻ കഴിയുമായിരുന്നു എന്ന ചോദ്യം ഇപ്പോഴും അവർക്കിടയിൽ അവശേഷിക്കുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. തിരുവനന്തപുരം ജില്ലയിലും ചില പ്രശ്നങ്ങളുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള അടക്കമുള്ള സ്ഥലങ്ങളിൽ ചില വിമത നീക്കത്തിന് സൂചനകൾ വരുന്നുണ്ട്. പഴകുളം മധുവിന് റാന്നിയിൽ സീറ്റ് നൽകിയ സംബന്ധിച്ച തർക്കങ്ങൾ ഉയരുന്നുണ്ട്. ഇങ്ങനെ സംസ്ഥാനത്താകെ തന്നെ വിമത നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. സാധാരണ രീതിയിൽ കോൺഗ്രസിൻ്റെ പട്ടിക പുറത്തു വരുമ്പോൾ ഇതൊക്കെ പതിവാണെങ്കിൽ കൂടിയും തർക്കപരിഹാരത്തിന്, പ്രശ്നപരിഹാരത്തിന് സമയം ലഭിക്കാറുണ്ട്. പക്ഷേ അപ്പോഴും ചില ആശ്വാസങ്ങളുണ്ടല്ലോ സൈത്ത്. സുധാകരനെ അനുനയിപ്പിക്കാനായി മറ്റൊന്ന് അല്പം മുമ്പ് 8 മണിക്കൂർ മുൻപ് അടൂർ പ്രകാശിൻ്റെ ഒരു FB പോസ്റ്റ് ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, തന്നെ 1996 മുതൽ 2019 വരെ കോന്നിയിലെ ജനങ്ങൾ എന്നെ അവരുടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ വ്യക്തികളോട് മാത്രമല്ല ഒരു പ്രസ്ഥാനത്തോടു കൂടി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനം നമുക്ക് മാനിക്കേണ്ടതും അതിനൊപ്പം നിൽക്കേണ്ടതും നമ്മുടെ കടമയാണ്. കോന്നി നമ്മുടെ അഭിമാനമാണ്. അത് ഒരാളുടെ മണ്ഡലമല്ല, നമ്മുടെയൊക്കെ പ്രസ്ഥാനത്തിൻ്റെ ശക്തിയാണ്. അതുമായി ബന്ധപ്പെട്ട് കോന്നിയിലും ആറ്റിങ്ങലിലും കേരളം മുഴുവൻ UDFൻ്റെ വിജയത്തിനായി നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും. നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ വിജയിക്കാനാകൂ. നമ്മുടെ ലക്ഷ്യം ഒന്നായി നിൽക്കണം. ജനദ്രോഹ ഇടത് ഭരണം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് അവിടുത്തെ സ്ഥാനാർത്ഥി സതീഷ് കൊച്ചുപറമ്പിൻ്റെ ചിത്രം കൂടി ചേർത്താണ് FB പോസ്റ്റ്. അപ്പോൾ ഏതാണ്ട് അടൂർ പ്രകാശിനെയും പാർട്ടിയുടെ വഴിക്ക് എത്തിക്കാനായി, സുധാകരനെ എത്തിക്കാനായി ഇനിയിപ്പോൾ എൽദോസിന് എന്തെങ്കിലും ഒരു വാഗ്ദാനം കൊടുത്താൽ, DC അധ്യക്ഷനോ അങ്ങനെ എന്തെങ്കിലും വാഗ്ദാനം കൊടുത്ത ഒരുപക്ഷെ എൽദോസും കൂടി വഴങ്ങിയാൽ കളത്തിലേക്ക് പൂർണ്ണ സജ്ജമായി ഇറങ്ങാൻ സാധിക്കും കോൺഗ്രസിന്. അല്ല, എൽദോസ് വഴങ്ങിയില്ലെങ്കിൽ തന്നെയും കോൺഗ്രസ് കളത്തിൽ തന്നെയാണ്, തർക്കമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷേ ഈ വിമത തർക്കങ്ങളൊക്കെ തുടരും എന്നൊരു സാഹചര്യമുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം രഞ്ജിത്ത് സമയപരിധി കുറവ് എന്നതാണ്. കാരണം ഇനി നോക്കൂ, നോമിനേഷന് 2 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ ദിവസത്തിനുള്ളിൽ നോമിനേഷൻ കൊടുക്കണം. 2 അവധി ദിവസങ്ങളുണ്ട്. ഞായറാഴ്ചയും ഇന്നത്തെയും 2 അവധി ദിവസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നോമിനേഷൻ ഇതിനിടയിൽ പൂർത്തിയാക്കുക എന്നൊരു വലിയ വെല്ലുവിളി കൂടി ഇവർക്ക് മുന്നിലുണ്ട്. അപ്പോൾ പഴുതടച്ചുള്ള നോമിനേഷനുകൾ ഇല്ലെങ്കിൽ അതുണ്ടാക്കുന്ന സാങ്കേതിക കുരുക്കൊക്കെ മറ്റൊരു പ്രശ്നം കൂടിയാണ്. ഇതിന് പുറമെയാണ് ക്യാമ്പയിൻ. നമുക്കറിയാം, പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളത്തിലിറങ്ങുമ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ടത് ഏറ്റവും ശക്തമായി നിലവിലുള്ള സർക്കാരിനെതിരായ നീക്കങ്ങളാണ്. പക്ഷേ കോൺഗ്രസിന് ഇപ്പോൾ പ്രചരണ രംഗത്തേക്ക് ആ വിഷയം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇനിയുള്ള ദിവസങ്ങൾ വേണം അതിലേക്ക് കേന്ദ്രീകരിക്കാൻ. അപ്പോൾ ആ ആശയക്കുഴപ്പമൊക്കെ തീർത്തി കളത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ഒരുപക്ഷേ
ഈ തർക്കങ്ങൾക്കിടയിൽ ഒത്തുതീർപ്പിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് സ്വാഭാവികമായും കിട്ടാൻ സാധ്യതയുള്ള ഒരു ഊർജ്ജമുണ്ട്. ആ ഒരു പക്ഷേ അതൊരു സാധ്യതയാക്കി മാറ്റിയേക്കാം. പ്രത്യേകിച്ച് സുധാകരനൊക്കെ പാർട്ടി അനുകൂല പ്രസ്താവനകൾ തുടർച്ചയായി നടത്തിയാൽ സുധാകരൻ അനുകൂലികളൊക്കെ വൈകാരിക തരത്തിൽ പ്രതികരിക്കുന്നവരാണ്. അവരൊക്കെ ഒപ്പം പാർട്ടി കോൺഗ്രസ് എന്നൊരു വികാരം ഉയർത്തിപ്പിടിച്ചാൽ ഒരു പക്ഷേ അത് നേട്ടമായി മുന്നോട്ട് പോകാനും കോൺഗ്രസിന് കഴിഞ്ഞേക്കാം എന്നതാണ് സാഹചര്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസിൻ്റെ പട്ടിക സംബന്ധിച്ച ആശയക്കുഴപ്പം കുറയുന്നില്ല. അതിൻ്റെ വിമത നീക്കങ്ങളൊക്കെ ഇന്നത്തെ ദിവസവും പ്രതിഫലിക്കാനുള്ള സാധ്യത. ടി ജി സയ്യിദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടെ സീറ്റ് നിഷേധിക്കപ്പെട്ട കെ സുധാകരൻ കണ്ണൂരിൽ മടങ്ങിയെത്തി. പുലർച്ചെ കണ്ണൂരിൽ വിമാനമിറങ്ങിയ സുധാകരന് പ്രവർത്തകർ വലിയ സ്വീകരണമാണ് ഒരുക്കിയത്. യാത്രയുടെ ക്ഷീണമുണ്ടെന്നല്ലാതെ കൂടുതൽ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായില്ല. ഹൈക്കമാൻഡിന് വഴങ്ങിയെങ്കിലും ടി.ഒ. മോഹനായി പ്രചാരണത്തിൽ സജീവമാകുമോ എന്നതടക്കം തുടർ നീക്കങ്ങൾ നിർണായകമാണ്. കെ വി ബൈജു ചേരുന്നുണ്ട്. ബൈജു, സുധാകരൻ ഒട്ടും തൃപ്തിയോടെ അല്ല നമുക്കറിയാം തീരുമാനം പ്രഖ്യാപിച്ചതും മടങ്ങിയതും മറ്റും. പക്ഷെ അതിൽ ഇനിയിപ്പോൾ പാർട്ടിക്ക് വിധേയനാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും പൂർണ്ണസജ്ജനായി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനി കാത്തിരിക്കേണ്ടത് എന്താണ് സുധാകരൻ്റെ നീക്കം എന്നുള്ളതാണ്. എന്ത് പ്രതീക്ഷിക്കണം? മറ്റെന്തെങ്കിലും ഉണ്ടോ സുധാകരൻ്റെ മനസ്സിൽ? രഞ്ജിത്തെ, അത് തന്നെയാണ് തീർച്ചയായും നിർണായകമാവുക. 2 മണിയോടുകൂടിയാണ്, പുലർച്ചെ 2 മണിയോടുകൂടിയാണ് മട്ടന്നൂരിലെ വിമാനത്താവളത്തിൽ സുധാകരൻ എത്തിയത്. 50ഓളം പ്രവർത്തകർ സുധാകരനെ വൈകി പുലർച്ചെ സ്വീകരിക്കാൻ എത്തിയെന്നാണ് പ്രത്യേകത. മുദ്രാവാക്യ വിളികളിൽ ഉണ്ടായിരുന്നു, വൈകാരികമായ രംഗമായിരുന്നു. പക്ഷേ താൻ ക്ഷീണിതനാണ്, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയത്. എന്തായാലും സുധാകരന്റെ പ്രതികരണം ഇന്ന് ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ താൻ BJP-യിലേക്ക് പോകുമെന്ന ഒരു വാദം അദ്ദേഹം തള്ളി വീട്ടിൽ നിന്നും അത്തരത്തിലുള്ള ഒരു ചെറിയ പ്രതികരണം കൂടി എത്തിയെന്നല്ലാതെ മറ്റു കൂടുതലൊന്നും പ്രതികരിച്ചിട്ടില്ല. ഏതായാലും ഡൽഹിയിലെ 4 ദിവസത്തെ മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ പാർട്ടിക്ക് വിധേയനായി എന്ന് പ്രഖ്യാപിച്ചാണ് സുധാകരൻ മടങ്ങിയതെങ്കിലും ഇതിൽ പലതരത്തിലുള്ള കാര്യങ്ങളും ഏറ്റവും ഒടുവിൽ സുധാകരന് വഴങ്ങിയത് അത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച ചോദ്യം ഉയരുന്നുണ്ട്. രാഷ്ട്രീയ കേരളം തീർച്ചയായും വരും മണിക്കൂറുകളിലും ചർച്ചയിൽ അത് തന്നെയായിരിക്കും. കാരണം അത്രത്തോളം വലിയ സമ്മർദ്ദമാണ് ഈ കോൺഗ്രസിന് നേരെ സുധാകരൻ എടുത്തതെന്ന് പറയണം. സ്ഥാനാർത്ഥി പട്ടിക പോലും ഇത്രയും നീണ്ടുപോകാൻ കാരണം സുധാകരന്റെ പ്രശ്നമാണെന്നത് ഏറ്റവും കൂടുതലത്തെ ഉദാഹരണമാണ്. സുധാകരന്റെ ഈ ഒരു പ്രതികരണത്തിൽ തൊട്ടു പിന്നാലെ ആയിരുന്നു അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായത്. എന്തായാലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന ഒരു പ്രഖ്യാപനം, കേരളത്തിൽ 15ഓളം സീറ്റുകളിൽ തന്റെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്ന ഒരു പ്രസ്ഥാനം, അത്തരത്തിൽ വലിയ നാടകീയ സംഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം കഴിഞ്ഞ് പാർട്ടിയാണ് വലുത്, താൻ ചെറിയതാണ്, പാർട്ടിയാണ് ഏറ്റവും വലുത്, പാർട്ടിക്ക് വിധേയനായിരിക്കും താൻ എന്ന പ്രതികരണം നൽകി കോൺഗ്രസിനെ ഇത്ര വലിയൊരു പ്രതിസന്ധിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിൽ നിന്നും നീക്കിയാണ് സുധാകരൻ കണ്ണൂരിലേക്ക് മടങ്ങിയെന്നും ഏറ്റവും പ്രധാനമാണ്. എന്തായാലും ഇനി കാണേണ്ടത് ടി.ഒ. മോഹന് വേണ്ടി സുധാകരൻ പ്രചാരണത്തിൽ ഇറങ്ങുമോ, അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂരിൽ സുധാകരന് സ്ഥാനാർത്ഥിത്വം നൽകാതെ സംബന്ധിച്ച് വലിയ പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അവിടെ സുധാകരൻ പ്രചാരണത്തിൽ ഇറങ്ങുമോ, ഇത്തരം ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത് മാത്രമല്ല, എന്താണ് സുധാകരന് നൽകിയിരിക്കുന്ന ഓഫർ, അത് ഏറ്റവും പ്രധാനമാണ്. ഏതായാലും ഹൈക്കമാൻഡിന്റെ ഏറ്റവും അവസാനത്തെ ഇടപെടലാണ് ഇങ്ങനെ ഒരു സമവായത്തിലേക്ക് എത്തിയെന്ന് വേണം പറയാൻ. മല്ലികാർജ്ജുന ഖാർഗെയുമായി അവസാനമായി ഫോൺ കോൾ വിളിക്കുകയും ആ ഒരു സംസാരത്തിലാണ് സുധാകരനെ മഞ്ഞുരുകിയെന്ന് പറയേണ്ടി വരും. എങ്കിലും സുധാകരൻ ഇനി വരും നീക്കങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ടി.ഒ. മോഹനാണ് കണ്ണൂരിൽ സ്ഥാനാർത്ഥി എന്നതും ഏറ്റവും പ്രധാനമാണ്. ഇതിനിടയിൽ തന്നെ കല്യാശ്ശേരിയിലൊക്കെ ചെറിയ DCC-യിൽ ഒരു പൊട്ടിത്തെറിയൊക്കെ നടക്കുന്നുണ്ട്. DCC ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് നാറാത്താണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രാജീവൻ കപ്പച്ചേരിയാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. ഈ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയാണ് DCC ജനറൽ സെക്രട്ടറി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വലിയ തോതിലുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും കണ്ണൂരിലെ ഈ രാഷ്ട്രീയം, ഈ ഒരു കോൺഗ്രസിനകത്തുണ്ടാക്കുന്ന തലവേദന അത് ഒഴിയുന്നില്ല എന്ന് വേണം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. അപ്പോഴും ഈ സുധാകരന്റെ ഒരു അടുത്ത നീക്കവും വളരെ നിർണായകമാണ്. എന്ത് ഓഫറിലാണ് സുധാകരൻ ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടായത്, അല്ലെങ്കിൽ ഈ വലിയ തോതിൽ പ്രതിരോധത്തിലുണ്ടാക്കിയ ഈ കോൺഗ്രസിൽ നിന്നും അത്തരത്തിൽ മാറ്റമുണ്ടായതെന്നൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ ചർച്ചാ വിഷയമാകും. 2 ദിവസം മാത്രമേ ഇനി നാമനിർദ്ദേശ പത്രിക നൽകാൻ സമയമുള്ളൂ. അതായത് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും. ആ 2 ദിവസത്തിനുള്ളിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഇനി കോൺഗ്രസിന് ചെയ്തു തീർക്കാനുണ്ട്. ഏതായാലും വലിയൊരു തലവേദന കോൺഗ്രസിന് താൽക്കാലികമായെങ്കിലും മാറിയെന്ന് കൃത്യമായി പറയാം. സുധാകരനെ കൃത്യമായി മെരുക്കാൻ സാധിച്ചു എന്നതും ഏറ്റവും പ്രധാനമാണ്. വലിയ തോതിൽ
നാടകീയ സംഭവങ്ങളായിരുന്നു ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഉണ്ടായത്. പടക്കം പൊട്ടിച്ച പ്രവർത്തകർ സുധാകരന് സീറ്റ് ലഭിച്ചു എന്ന് പറയുമ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തുന്നതും വലിയ പ്രതികരണങ്ങൾ വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും പങ്കുവെക്കുകയാണ്. ഏതായാലും സുധാകരന്റെ അടുത്ത നീക്കം ശ്രദ്ധേയമാണ്. അത് കാത്തിരുന്ന് കാണുകയും വേണം. പെരുമ്പാവൂരിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പിള്ളിൽ സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന് ഇന്നറിയാം. പാർട്ടിയെ ധിക്കരിക്കില്ലെന്നും തുടർ തീരുമാനം പ്രവർത്തകരുമായി കൂടിയാലോചിച്ച ശേഷം കൈക്കൊള്ളുമെന്നുമായിരുന്നു എൽദോസിന്റെ ഇന്നലത്തെ പ്രതികരണം. മനോജ് മൂത്തേടനെയാണ് UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അനുനയ നീക്കവുമായി മനോജ് കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചുവെങ്കിലും എൽദോസ് മുഖം കൊടുത്തിരുന്നില്ല. എൽദോസ് കുന്നപ്പിള്ളിൽ എന്ത് പറയും, എന്തു ചെയ്യും, ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ വ്യക്തമാകുമോ എന്നത് കാത്തിരുന്ന് കാണണം. ഒപ്പം പട്ടാമ്പിയിലേക്ക് പോയാൽ അവിടെ കോൺഗ്രസിന് വിമതനുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി പട്ടാമ്പി വിമതനായി മത്സരിക്കും. റിയാസ് മുക്കോളിയെ സ്ഥാനാർത്ഥിയാക്കാത്തതിലാണ് പ്രതിഷേധം. പ്രജിത്ത് കോങ്ങാട് വിവരങ്ങൾ പങ്കുവെക്കും. പ്രജിത്തിലേക്ക് വരാം. ഇപ്പോൾ ചില വിമത ശബ്ദങ്ങൾ സംസ്ഥാനത്തെ ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസിൽ ഉണ്ടാകുന്നുണ്ട്. ഇതിൽ പട്ടാമ്പിയിലും കോൺഗ്രസിനൊരു ഭീഷണി വരുന്നത് അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന തരത്തിൽ തന്നെയാണ്. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ സ്വാധീനമുള്ള അത്യാവശ്യം ചിരപരിചിതനായ ഷാഫി പട്ടാമ്പി എന്ന വ്യക്തിത്വമാണ് അവിടെ മത്സരിക്കുന്നത്. റിയാസ് മുക്കോളിക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കാത്തതിലാണ് പ്രതിഷേധം. പ്രജിത്ത്, ഈ പട്ടാമ്പിയിലെ വിമതൻ കോൺഗ്രസിനൊരു ഭീഷണിയാകുമോ? അതായത് രഞ്ജിത്ത്, കഴിഞ്ഞ തവണ കോൺഗ്രസിൽ നിന്ന് വിട്ട് V4 പട്ടാമ്പി എന്ന സംഘടന രൂപീകരിക്കുകയും പട്ടാമ്പി നഗരസഭയിൽ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് അതിൽ വൈസ് ചെയർമാൻ ആകുകയും ചെയ്ത ആളാണ് TP ഷാജി. ഇത്തവണ ഇപ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ TP ഷാജി തിരിച്ച് കോൺഗ്രസിലേക്ക് വരികയും അവിടെ ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ കൂടിയാണ് TP ഷാജി. ആ TP ഷാജിക്ക് തന്നെയാണ് കോൺഗ്രസ് UDFൽ പട്ടാമ്പിയിൽ സീറ്റ് നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിലെ ചില ഒരു വിഭാഗവും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗവും ഇയാളെ സ്ഥാനാർത്ഥിയാക്കരുതെന്നും റിയാസ് മുക്കോളിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നുമാണ് പറയുന്നത്. അതിൽ പ്രതിഷേധിച്ചാണ് ഷാഫി പട്ടാമ്പി നാമനിർദ്ദേശ പത്രിക നൽകാൻ ഇരിക്കുന്നത്. രഞ്ജിത്ത്, ശരി. പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. വികസന തുടർച്ചയ്ക്ക് അരുവിക്കരയിലെ വോട്ടർമാർ തന്നെ വിജയിപ്പിക്കുമെന്ന G. സ്റ്റീഫൻ. വ്യക്തികൾ തമ്മിലല്ല, നിലപാടുകൾ തമ്മിലാണ് മത്സരം. ഇടത് സർക്കാരിന്റെ നയങ്ങൾക്ക് അനുകൂലമായി അരുവിക്കരയിലെ വോട്ടർമാർ തന്നെ പിന്തുണയ്ക്കുമെന്നും G. സ്റ്റീഫൻ ന്യൂസ് 18നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ആവേശം ഇരട്ടിയാക്കുന്ന രാഷ്ട്രീയ പ്രചാരണമാണ് അരുവിക്കരയിൽ എല്ലാ മുന്നണികളും തുടക്കം കുറിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ കോൺഗ്രസ് സ്ഥാനാർത്ഥി VS ശിവകുമാർ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒരു വശത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സിറ്റിംഗ് MLA ആയ G. സ്റ്റീഫൻ ഇപ്പോൾ കടകളിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും വോട്ടർമാരുടെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോടൊപ്പം ചേരുന്നു. എത്രമാത്രം പ്രതീക്ഷയോടെയാണ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? നല്ല പ്രതീക്ഷയാണ്, ഉയർന്ന പ്രതീക്ഷ, ശുഭപ്രതീക്ഷ. നേരത്തെ ശബരിനാഥന്റെയും ശിവകുമാറിന്റെ ഒക്കെ പേര് പറഞ്ഞു കേട്ടു. ഒടുവിൽ അത് ശിവകുമാറെ വീണ്ടും മത്സരിക്കാൻ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം. അതിനെ എങ്ങനെ നോക്കിക്കാണും? വ്യക്തികളല്ലല്ലോ പ്രശ്നം, നയങ്ങളാണ് പ്രശ്നം, മുന്നണികളാണ് പ്രശ്നം. ഇവിടെ വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ല നടക്കുന്നത്, മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പുറത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടോ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടോ ഏത് വ്യക്തി മത്സരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഞങ്ങൾ ഉയർത്തുന്ന നയങ്ങളാണ് പ്രശ്നം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ തിളക്കമാർന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ, വികസനവും ക്ഷേമവും, അത് ജനങ്ങളോട് പങ്കുവച്ചാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ മറ്റാരെവിടെ മത്സരിച്ചാലും അത് ഞങ്ങൾക്ക് അവർ മത്സരിക്കട്ടെ, അല്ലാതെ നമുക്കതിൽ വിജയപ്രതീക്ഷയിൽ ഒരു തരിമ്പ് പോലും സംശയമില്ല. കഴിഞ്ഞ തവണത്തെക്കാലം ഭൂരിപക്ഷം ഉയരുമെന്നാണ്? കഴിഞ്ഞ പ്രാവശ്യക്കാലം ഭൂരിപക്ഷം ഉയരും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ MLA ആയിട്ടല്ലല്ലോ മത്സരിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലം ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ഈ മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി എന്നാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി അവരോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട്. പൂർണ്ണമായും അരുവിക്കര മണ്ഡലത്തിൽ അലിഞ്ഞു ചേർന്നാണ് ഞാൻ ജീവിച്ചത്. അതുകൊണ്ട് സ്വാഭാവികമായും
പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരാണ് ഈ മണ്ഡലത്തിലുള്ളത്. അവരത് തിരിച്ചറിയുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എല്ലാ ആശംസകളും. ജി സ്റ്റീഫനാണ് അരുവിക്കരയിലെ LDF സ്ഥാനാർത്ഥി, ഇപ്പോഴത്തെ സിറ്റിംഗ് MLA ആണ് ന്യൂസ് എയ്റ്റോട് സംസാരിച്ചത്. അവിടെ കോൺഗ്രസ് അവതരിപ്പിക്കുന്നത് VS ശിവകുമാറിനെയാണ്. നമുക്കറിയാം, ദീർഘകാലമായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, കോൺഗ്രസിലുള്ള ആൾ, മുൻ മന്ത്രി. കഴിഞ്ഞ തിരുവനന്തപുരം സെൻട്രലിൽ പരാജയമുണ്ടായത്. ഇത്തവണ അരുവിക്കരയിൽ ഭാഗ്യം പരീക്ഷിക്കുകയാണ് ശിവകുമാർ. അരുവിക്കരയിലെ പ്രതികരിക്കാൻ ഇനി മുതൽ MLA ഉണ്ടാകുമെന്ന് ശിവകുമാർ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ അരുവിക്കര മണ്ഡലം തിരിച്ചുപിടിക്കാനായി VS ശിവകുമാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. എത്രമാത്രം പ്രതീക്ഷയോടെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത്? 100% വിജയിക്കും. എന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി തലത്തിൽ ഉയർന്നു വന്നപ്പോൾ തന്നെ വലിയ ആവേശകരമായ ഒരു സ്വാഗതമാണ് ഇവിടുത്തെ എല്ലാ വിഭാഗം ആളുകളിലും ലഭ്യമായത്. ഇപ്പൊ തന്നെ എനിക്ക് വലിയ സന്തോഷവും ഒരു സംതൃപ്തിയും തോന്നുന്നു. ഇത്രയധികം ആളുകൾ ഇവിടെ ഈ പ്രദേശത്ത് ഒരു MLA ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് MLA ഇല്ലായിരുന്നു എന്നുള്ളതല്ല, ഈ നാടിനൊരു ജനപ്രതിനിധി ഇല്ലാതിരുന്ന ഒരു സാഹചര്യം ആയിരുന്നു ഇവിടെ ഉണ്ടായത്. അപ്പോൾ അത് ജനങ്ങൾ അതിന്റെ പ്രയാസം അനുഭവിക്കുന്നു. അവർക്കൊരു MLA വേണം, അവർക്കൊരു ജനപ്രതിനിധി വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയുള്ള ആവേശകരമായിട്ടൊരു സ്വാഗതമാണ് എനിക്ക് ലഭ്യമായത്. അതിനുപരിയായി LDF ഗവൺമെന്റ് പോണം എന്നുള്ള ഒരു ചിന്ത കേരള സംസ്ഥാനത്ത് മുഴുവൻ നിൽക്കുന്നുണ്ട്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന അരുവിക്കര പോലെയുള്ള പ്രദേശത്താണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു വലിയ ആവേശമാണ് ഇപ്പൊ കാണുന്നത്. തീർച്ചയായിട്ടും ഞാനിന്ന് ആദ്യമായിട്ട് ഇവിടെ വന്നതാണ്. ഇവിടെ 100 കണക്കിന് ഈ മണ്ഡലത്തിലുള്ള പ്രവർത്തകരാണ് ഇവിടെ എത്തിച്ചത്. അത് തന്നെ വലിയൊരു ശുഭകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഉറപ്പായി അത്തരത്തിൽ വലിയ ആവേശത്തോടെയാണ് VS ശിവകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അരുവിക്കരയിൽ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ തവണ വളരെ അപ്രതീക്ഷിതമായി കൈവിട്ട മണ്ഡലം ഇത്തവണ VS ശിവകുമാറിലൂടെ തിരിച്ചു പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. വലിയ ആവേശം വിതറിക്കൊണ്ടാണ് VS ശിവകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അരുവിക്കരയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. അങ്ങനെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് വിശ്വാസികൾ. റംസാൻ 29 പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടക്കുന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരങ്ങൾ പങ്കെടുക്കുകയാണ്. CV അനുമോദുണ്ട് മലപ്പുറത്ത്, ഒപ്പം അവിടുത്തെ MLA നജീബ് കാന്തപുരം. ഡാൻ കുര്യൻ കൊച്ചിയിലുണ്ട്. ഡാൻ കുര്യൻ തിരുവനന്തപുരത്തുണ്ട്. ഡാനി ഇപ്പോൾ കൊച്ചിയിലും നമ്മോടൊപ്പം ചേരും. ആദ്യം അനുമോദിലേക്കാണ്. അനുമോദിനൊപ്പം അവിടുത്തെ MLA കൂടിയായ നജീബ് കാന്തപുരം കൂടിയുണ്ട്. അനുമോദ്, വലിയ ആഘോഷത്തിലും സന്തോഷത്തിലുമൊക്കെയാണ് വിശ്വാസികൾ. ഇന്നു മുതൽ കുറച്ചുകൂടി ആക്റ്റീവായ ദിവസങ്ങൾ ആരംഭിക്കുകയാണ്. എന്താണ് ഒരു പ്രതീക്ഷ, സന്തോഷം, പെരുന്നാളിൻ്റെ വിശ്വാസം? രഞ്ജിത്തെ, ഗുഡ് മോർണിംഗ്. ഇന്ന് ചെറിയ പെരുന്നാളിൻ്റെ ദിവസമാണ്. വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള പരിപാവനമായ ദിവസമാണ്. അന്നേ ദിവസം രാവിലെ നമ്മോടൊപ്പം ചേരുന്നത് പെരിന്തൽമണ്ണയിലെ MLAയും UDFിൻ്റെ സ്ഥാനാർത്ഥിയുമായ ശ്രീ നജീബ് കാന്തപുരമാണ്. നജീബ് കാ, ആദ്യം പെരുന്നാൾ ആശംസകൾ. താങ്ക് യു. സെയിം ടു യു. പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങാണ്. അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു പെരുന്നാളാണ്. പെരിന്തൽമണ്ണയിൽ ഈ 5 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ സന്തോഷം. പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദിലെ മസ്ജിദിലാണ് ഈദ് നിസ്കാരത്തിന് ഞാൻ പോകുന്നത്. ഏതായാലും മനസ്സിലുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ, ഈ 5 വർഷത്തെ വളരെ നല്ല സന്തോഷമുള്ള ഓർമ്മകൾ മാത്രമാണ് എനിക്ക് പെരിന്തൽമണ്ണ നൽകിയിട്ടുള്ളത്. ജനങ്ങൾക്കിടയിൽ ഈ 5 വർഷവും ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ ആത്മാർത്ഥമായ സേവനം നിർവഹിച്ചു നിൽക്കുന്നു എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് ജനവിധി തേടുന്നത്. രണ്ടാമതായിട്ട് വീണ്ടും മത്സരിക്കാൻ എന്നെ ഇതേ നിയോജകമണ്ഡലത്തിൽ തന്നെ പാർട്ടി നിയോഗിച്ചതിലുള്ള വലിയ അഭിമാനവും സന്തോഷവും എനിക്കുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഒരു ദിവസം എൻ്റെ മനസ്സിലൊരു ദുഃഖമുണ്ട്, എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. നമ്മുടെ ആയിരക്കണക്കിന് പ്രവാസി സുഹൃത്തുക്കൾ ഇന്ന് ഈ പെരുന്നാൾ ആശങ്കയോടുകൂടിയാണ് ആഘോഷിക്കുന്നത്. പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ ഈ പെരുന്നാളിന് നാട്ടിൽ വരണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് പേര് കാത്തിരിക്കുന്നിട്ടുണ്ടാവാം. പക്ഷേ വിമാന സർവീസുകളടക്കം പ്രയാസപ്പെട്ട ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ GCC രാജ്യങ്ങളിലെ സഹോദരങ്ങൾ നിൽക്കുന്നു എന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് എത്രയും വേഗം ആ കാർമേഘങ്ങളെല്ലാം നീങ്ങി പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് GCC കൺട്രീസ് ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് വരട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇന്നലെ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. പ്രചരണത്തിൻ്റെ തിരക്കേറിയ ദിവസങ്ങളാണ്.
പേരിനൊപ്പം ജന്മനാടും മനസ്സിൽ പെരിന്തൽമണ്ണയിലുള്ള ആളാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത്. പലയിടത്തും പറഞ്ഞാൽ കേൾക്കുന്നത് അല്ലേ? അത് പലപ്പോഴും എന്നോട് പറയാറുണ്ട്, ഇനി പെരിന്തൽമണ്ണയിലേക്ക് തന്നെ പേരും മാറ്റണം എന്ന്. സ്വാഭാവികമായിട്ടും അത്രമാത്രം ഞാൻ പെരിന്തൽമണ്ണയിൽ ഇഴകിച്ചേർന്ന് ജീവിച്ച ഒരാളാണ്. ഈ നാട്ടിലെ ഒരു ഊടുവഴി പോലും എനിക്ക് പരിചയമില്ലാത്തതില്ല. ഈ നാട്ടിലെ മനുഷ്യരുടെ മുഖം എൻ്റെ മനസ്സിൽ നിറയുന്നുണ്ട്. മാത്രമല്ല, നമ്മളെപ്പോഴും ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഈ നിയോജകമണ്ഡലത്തിലെ ഒരു മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് പോലും പറയാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. ഒരുപക്ഷെ അതൊരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് കിട്ടിയൊരു സൗഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ഞാനത് വെറുതെ ഒരു ആലങ്കാരികമായിട്ട് പറയല്ല, അനുമതി നാട്ടുകാരനും കൂടെ ആണല്ലോ. ഞാൻ പറയട്ടെ, എനിക്ക് ഈ 5 വർഷത്തിനിടയിൽ സന്തോഷമുള്ള അനുഭവങ്ങളല്ലാതെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തില്ല എന്നുള്ള കാര്യമോ ഒന്നും വന്നിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ടും വികസനം എത്തുന്ന കാര്യത്തിലാണ്, അതിൻ്റെ വിതരണത്തിൽ ഞാൻ പരമാവധി നീതി പാലിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഒരിക്കലും പക്ഷപാതം കാണിച്ച് ഏതെങ്കിലും ഒരു CPM അംഗത്തിന് ഏതെങ്കിലും തരത്തിൽ അവർ ചോദിച്ച ഫണ്ട് കൊടുക്കാതിരിക്കുകയോ അവരുടെ പഞ്ചായത്തുകളോട് ഒരു അവഗണന കാണിക്കുകയോ അവർ ക്ഷണിച്ചൊരു പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുകയോ അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ 5 വർഷവും ഞാൻ ഇപ്പം നാടിൻ്റെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായ ഒരു ആ തരത്തിലുള്ള വിവേചനം ഒരിക്കലും ഞാൻ കാണിച്ചിട്ടില്ല. ഇടതുപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതിൽ പറയുകയാണ്. 2006 ശശിയേട്ടൻ MLA ആയപ്പോൾ കൊണ്ട വികസനം മാത്രമേ പെരിന്തൽമണ്ണ മണ്ഡലത്തിലുള്ളൂ. പെരിന്തൽമണ്ണയിൽ ബസ് സ്റ്റോപ്പ് പോലും ശശിയേട്ടന് ശേഷം ഇവിടെ ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നൊരു നെറേറ്റീവിലാണ് അവരുടെ പ്രചരണം. എങ്ങനെയാണ് താങ്കൾ വികസനം കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള അവരുടെ വാദഗതിയെ എതിർക്കുന്നത്? ഒന്നാമത് ഞാൻ പറയട്ടെ, ഇവിടെ ശശിയേട്ടൻ ചെയ്ത എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും ഞാൻ സന്തോഷപൂർവ്വം ഓർമ്മിക്കുകയാണ്. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം MLA ആകുന്നത് ഇടതുപക്ഷം ഭരണത്തിലുണ്ടായിരുന്ന VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നു. നല്ല അഭിനന്ദനങ്ങൾ ഞാൻ അദ്ദേഹത്തിന് നേരുകയാണ്. നല്ലൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നല്ല പ്രതിച്ഛായുള്ള ഒരാൾ തന്നെയാണ്. അതിലൊന്നും പ്രയാസമില്ല, എൻ്റെ നല്ല സുഹൃത്തുമാണ്. പക്ഷേ ഇതേപോലെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒരു മനുഷ്യരുടെ MLA ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മഞ്ഞളാംകുഴി അലി എന്നായിരുന്നു. ഈ നാട്ടിലെ മുഴുവൻ റോഡുകളിലും 700 കോടി രൂപയുടെ വികസനം ബഹുമാന്യനായ മങ്കട MLA ആയിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അലി സാഹിബും കൊണ്ടുവന്നിട്ടുണ്ട്. അതാർക്കും വിമർശിക്കാനോ അല്ലെങ്കിൽ കാണാതിരിക്കാനോ കഴിയില്ല. പക്ഷെ ഞാൻ 5 വർഷം നിന്നത് കടുത്ത വിവേചനം ഒരു മുഖമുദ്രയാക്കിയ സർക്കാർ കേരളത്തെ ഭരിക്കുമ്പോഴാണ്. അതാണ് വ്യത്യാസം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ പ്രയാസം ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിനോട് പോലും സ്വാഭാവികമായിട്ടും യാതൊരു പ്രയാസവുമില്ലാതെ ആളുകൾ ഒരു സൗമ്യമായി പെരുമാറുന്നത് ഒരു ഹോസ്പിറ്റലിന് ഒരു ആനുകൂല്യം നൽകുന്ന കാര്യത്തിൽ അതുപോലും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ കൊടിയ വിവേചനം രാഷ്ട്രീയമായി മുഖമുദ്രയാക്കിയ ഒരു ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് ഒരു പ്രതിപക്ഷ MLA ആകാൻ വിധിക്കപ്പെട്ട ഒരാളെന്ന നിലയിൽ സ്വാഭാവികമായിട്ടും എനിക്ക് ചെയ്യുന്നതിൽ പരിമിതി ഉണ്ടായിട്ടുണ്ട്. ഞാനതാണ് പറഞ്ഞത്, അലി സാഹിബ് തൊട്ട് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ച കാലത്ത് MLA ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന ഒരുപാട് വികസനമുണ്ട്. ശശിയേട്ടൻ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഭരണമുന്നണി MLA ആയിട്ട് കൊണ്ടുവന്ന കാര്യമുണ്ട്. ഇത് ഞാൻ ഈ നിയമസഭയിൽ തീർച്ചയായിട്ടും UDF മന്ത്രിസഭ വരും, അത് ഞാനും തുടരും. ആ കാഴ്ചപ്പാട് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഞാൻ എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഒരു പ്രതിപക്ഷ MLAക്ക് കിട്ടാവുന്ന എല്ലാ വാതിലുകളും മുട്ടി സംഘടിപ്പിച്ചിട്ടുള്ള വികസനം ഈ നാട് നീളെ നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഞാൻ അതിൻ്റെ പ്രചാരണത്തിലായിരുന്നില്ല ഏറ്റവും ശ്രദ്ധിച്ചിരുന്നത് എന്നതൊരു വാസ്തവമാകാം. കാരണം ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എനിക്ക് പ്രചാരണത്തിനേക്കാളും പ്രവർത്തനത്തിലായിരുന്നു താല്പര്യം. അപ്പോൾ ഒട്ടേറെ ഒരു ഗവൺമെൻറ് ഗവൺമെൻറ്റിനെ അവഗണിച്ചപ്പോൾ ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയാത്ത പലതും ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിലെ നാട്ടുകാരൻ കൂടിയായ VP മുതന്നിഫയാണ് എതിർ സ്ഥാനാർത്ഥി. എങ്ങനെ കാണുന്നു മത്സരത്തെ ചുരുക്കം വാക്കുകൾ? അല്ല, അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണ്. വ്യക്തിപരമായിട്ടുള്ള മത്സരം അല്ലല്ലോ ഇത്. സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ മത്സരമാണ്. മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്തു എന്നെ ഓഡിറ്റ് ചെയ്യട്ടെ. എൻ്റെ സോഷ്യൽ ഓഡിറ്റിന് വേണ്ടി ഞാൻ നിന്നു കൊടുത്ത ഒരാളാണ്. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് പെരുമ എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ട് ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ നിന്നു. ജനങ്ങൾ ചോദിക്കട്ടെ, ജനങ്ങൾ പറയട്ടെ. സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ പെരുന്നാൾ നമസ്കാരം ഈദ്ഗാഹുകൾ പുരോഗമിക്കുകയാണ്. നമുക്ക് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലേക്ക് ഒന്ന് പോകണം. തിരുവനന്തപുരത്ത് അവിടെ ഈദ് നമസ്കാരം നടക്കുകയാണ്. നിരവധി പ്രമുഖർ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്.
ഇത് കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കലൂർ സ്റ്റേഡിയത്തിൽ നടൻ ആസിഫ് അലി അടക്കമുള്ളവർ ഈദ് നമസ്കാരത്തിൻ്റെ ഭാഗമാകുന്നു. മറ്റൊരു വിൻഡോയിൽ കാണുന്നത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലെ ദൃശ്യങ്ങളാണ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന്, വിശ്വാസികൾ ആത്മസമർപ്പണത്തിലാണ്, വ്രതശുദ്ധിയുടെ ആത്മനിർവൃതിയിൽ കൂടിയാണ്. എങ്ങനെയാണ് ആഘോഷവും മറ്റു കാര്യങ്ങളും? ഒരു മാസം ഓടിയായിക്കൊണ്ടാണ് ഇന്ന് ഇസ്ലാം മതവിശ്വാസികൾ ഈദ് പെരുന്നാളിലേക്ക് കടന്നിരിക്കുന്നത്. സംയുക്ത ഈദ് നമസ്കാരമാണ് പാളയം മുസ്ലിം ജമാഅത്തിന്റെ കൗൺസിലിന്റെ നേതൃത്വത്തിൽ 7:30 ആരംഭിച്ചിരിക്കുന്നത്. പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി ഈദ് സന്ദേശം നൽകും. അദ്ദേഹം ഓരോ തവണയും ഈദ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടത്തുന്ന പ്രഭാഷണങ്ങൾ വലിയ തരത്തിൽ വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. കാരണം ഈ വർഗീയമായ ചേരിതിരിവുകൾക്ക് എതിരെയും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ് എന്നുമൊക്കെ പാളയം ഇമാം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ അത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആറ്റുകാൽ പൊങ്കാല സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇടപെടലുകളും സമാനമായ തരത്തിൽ കേരളം ചർച്ച ചെയ്തതാണ്. അങ്ങനെയൊരു ഈദ് പെരുന്നാളിലാണ് അദ്ദേഹം അല്പസമയത്തിനകം ഈ സന്ദേശം നൽകാൻ പോകുന്നത്. എന്തായാലും വലിയൊരു ജനബാഹുല്യം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഈദ് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പുരുഷന്മാർക്ക് പുറമെ വലിയ തരത്തിൽ സ്ത്രീകളും സമീപ സ്ഥലങ്ങളിൽ നടക്കും ഈദ് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇരിക്കുന്നതിനൊക്കെയായി വലിയ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈദ് സന്ദേശം ഡോക്ടർ VP സുഹൈബ് മൗലവി നൽകുന്നു. വിവിധ മേഖലകൾ, വിവിധ കേന്ദ്രങ്ങളിൽ ഈദ്ഗാഹുകൾ, ഈദ് നമസ്കാരങ്ങൾ പുരോഗമിക്കുകയാണ്. വ്രതശുദ്ധിയുടെ നാളുകൾക്ക് ശേഷം വിശ്വാസികൾ നമസ്കാരത്തിൻ്റെ ആത്മനിർവൃതിയിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. വിവിധ കേന്ദ്രങ്ങളിൽ തിരുവനന്തപുരം ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ ഈദ് നമസ്കാരം പുരോഗമിക്കുകയാണ്. ഒപ്പം കലൂർ സ്റ്റേഡിയത്തിലും ഈദ്ഗാഹ് നടക്കുന്നു. വിശ്വാസികൾ, വിവിധ മത പുരോഹിതന്മാർ അവരൊക്കെ ഈദ് സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് ഇത്തരം പെരുന്നാൾ നമസ്കാരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നു. അപരന്റെ ദുഃഖങ്ങളിൽ താങ്ങാകാനും മൈത്രിയുടെയും സ്നേഹത്തിൻ്റെയും പ്രകാശം നാടാകെ പരത്താനും ഈ പെരുന്നാൾ ആഘോഷങ്ങൾ കഴിയട്ടെ എന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈദുൽ ഫിത്തർ ആശംസകൾ നേർന്നു. ത്യാഗം, സ്നേഹം, നന്ദി എന്നിവയാണ് ഈദുൽ ഫിത്തർ ആഘോഷം നൽകുന്ന സന്ദേശമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നോമ്പ് തുറക്കാൻ മുസ്ലിം സഹോദരങ്ങൾക്ക് ഹൈന്ദവ ക്ഷേത്രമുറ്റമൊരുങ്ങുന്ന മതാതീതമായ സ്നേഹ സാഹോദര്യങ്ങളുടെ മാതൃകയാണ് കേരളം ലോകത്തിനു മുന്നിൽ വെക്കുന്നത് എന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ വലിയ ആഘോഷാരവങ്ങളാവട്ടെ ഈ ചെറിയ പെരുന്നാളെന്നും സ്പീക്കർ ആശംസിച്ചു. വ്രതശുദ്ധിയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗോജ്വലമായ ഒരു മാസം ഇവിടെ പിന്നിടുകയാണ്. ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ഒരു പുണ്യമാസം റംസാൻ ഇവിടെ അവസാനിക്കുന്നു. ഒരു പുതിയ മാസപ്പിറവി, അത് നാം ചെറിയ പെരുന്നാളെ ആഘോഷിക്കുകയാണ്. ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് എൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ ഞാൻ നേരുന്നു. ഇടവേള. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുകയാണ്. ഇതിനിടെ ഇറാനെതിരെ നീക്കവുമായി അറബ് യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. ഇന്നലെയാണ് അറബ് യൂറോപ്യൻ രാജ്യങ്ങളുടെ യോഗം ചേരുകയും ഇറാനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നത്. 12ഓളം അറബ് യൂറോപ്യൻ രാജ്യങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഒപ്പം ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയ്ക്കായി കൈകോർക്കാൻ UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലൻഡ്സ്, ജപ്പാൻ എന്നീ രാജ്യങ്ങളും രംഗത്ത് വന്ന പശ്ചാത്തലം നിർണായകമാണ്. കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്രയ്ക്ക് സഹായമൊരുക്കുമെന്ന് സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. അതേസമയം ഇറാന്റെ വാതകപ്പാടം ആക്രമിച്ചതിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയും നിർണായകമായ ഒന്നാണ്. US-നെ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് വലിച്ചിട്ടിട്ടില്ല. പ്രതീക്ഷിക്കുന്നതിലും വേഗം നിലവിലെ സംഘർഷങ്ങൾ അവസാനിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ പശ്ചാത്തലമുണ്ട്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണം ഇത്തരം വിമർശനങ്ങൾക്കിടയിലും അതിശക്തമായി തുടരുന്ന പശ്ചാത്തലവും ഏറെ നിർണായകമാണ്. അങ്ങനെ ഗൾഫിനെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം, ഗൾഫിലെ എണ്ണപ്പാടങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമൊക്കെ ഇറാൻ തുടരുന്ന സാഹചര്യം ചില്ലറ പ്രതിസന്ധിയല്ല ആ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. റമദാൻ മാസത്തിൽ ഇത്തരം ആക്രമണങ്ങൾ സഹോദര രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചില്ല എന്ന ഖത്തറിൻ്റെ പ്രസ്താവന ഇതിൻ്റെ സൂചനയാണ്. ഏതായാലും ഏറ്റവും ഒടുവിൽ ഈ രാജ്യങ്ങൾ ഒന്നിക്കുകയാണ്. അവർ ഇറാനെതിരെ രംഗത്ത് വരുന്നു. പ്രമേയം പാസ്സാക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാവുകയാണ്. അജയ്, സുധ, ബിജു, ഏറ്റവും പ്രധാനം
ഗൾഫ് രാജ്യങ്ങളുടെ ഈ ആശങ്കയാണ്. പ്രത്യേകിച്ചും എണ്ണപ്പാടങ്ങൾക്ക് നേരെ പരസ്പരം ആക്രമണം നടത്തിയാൽ അത് ലോകത്തുണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കും, സംശയമില്ല. അതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ ഇപ്പോൾ? രഞ്ജിത്ത്, നമ്മൾ കുറച്ചു മുമ്പേ കേരളത്തിലുള്ള ചെറിയ പെരുന്നാൾ വിശേഷങ്ങൾ, അതിൻ്റെ ഈദ്ഗാഹുകളുടെ കാഴ്ചകളെല്ലാം കണ്ടു. എന്നാലിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊട്ടാകെ ഈ ഈദ്ഗാഹുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈദ് ആഘോഷങ്ങൾ ഈ യുദ്ധത്തിൻ്റെ ഒരു വലിയ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഈദ് ആഘോഷങ്ങളുടെ പൊലിമ അത് കെടുന്ന ഒരു അവസ്ഥയെ നമുക്ക് കാണാൻ സാധിച്ചു. ഈ ഒരു അവസ്ഥയിലാണ് നിരവധി ഏതാണ്ട് 12ഓളം അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഇറാനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുമായി രംഗത്ത് വരുന്നത്. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയ്ക്കായി നേരത്തെ കപ്പലുകളും അതുപോലെ തന്നെ യുദ്ധോപകരണങ്ങളും അയക്കാൻ മടിച്ചിരുന്ന ചില രാജ്യങ്ങളും മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ ഇറാനെതിരെ കൂടുതൽ രാജ്യങ്ങൾ ഒന്നിക്കുന്ന ഒരു നീക്കമാണ് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഒരു വലിയ ട്രിഗർ പോയിന്റ് ആയത് ഖത്തറിലെയും സൗദിയിലെയും എണ്ണപ്പാടങ്ങൾ അതുപോലെ തന്നെ ഗ്യാസ് പ്ലാന്റുകൾ കേന്ദ്രീകരിച്ച് ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണമാണ്. ഇതിലൊരു ന്യായീകരണമായി അവർ പറയുന്നത് തെക്കൻ ഇറാനിലെ ഒരു ഗ്യാസ് പ്ലാന്റിന് നേരെ നടന്നിട്ടുള്ള ആക്രമണമാണ്. ഇവിടേക്ക് ആക്രമണം നടന്നത് കാരണം തന്നെ അയൽ രാജ്യങ്ങളിലെ ഇത്തരം ഗ്യാസ് പ്ലാന്റുകളിലേക്കുള്ള ആക്രമണം അത് ഇറാൻ കടുപ്പിക്കുകയായിരുന്നു. ഇതിൽ ഇറാന്റെ ഒരു ന്യായീകരണമായി പറയുന്നത് അയൽ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യങ്ങൾ യഥാർത്ഥ ശത്രുക്കളെ തിരിച്ചറിയുന്നില്ല, ഇറാനെ അനാവശ്യമായി കുറ്റപ്പെടുത്തുകയാണ്. അമേരിക്കയും ഇസ്രായേലും ഈ സമീപ രാജ്യങ്ങളിലുള്ള സൈനിക ബേസുകൾ ഉപയോഗിച്ച് ഇറാനെതിരെ നീക്കം നടത്തുകയാണ്. ഇത്തരത്തിൽ US-ന് സൈനിക സഹായങ്ങളും അതുപോലെ തന്നെ അവരുടെ താവളങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുകയും വഴി ഈ അയൽ രാജ്യങ്ങൾ കൂടി ഇറാനെതിരെയുള്ള ആക്രമണങ്ങളിൽ പങ്കാളികളാവുകയാണ്. ഇവർക്ക് കൂടി ഇത്തരം ആക്രമണങ്ങളിൽ കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നൊരു നിലപാടാണ് ഇറാൻ ഇപ്പോൾ തുടർച്ചയായി എടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി അടക്കം വ്യക്തമാക്കിയിരുന്നു, ആക്രമണങ്ങൾ ഇറാനിലെ എണ്ണപ്പാടങ്ങളും ഗ്യാസ് പ്ലാന്റുകളും കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയാൽ തങ്ങളുടെ തിരിച്ചടി ശക്തമാക്കുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി അതിനെ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. സൗദി അറേബ്യയും കടുത്ത നിലപാട് തന്നെയാണ് ഇറാനെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല, വളരെ കടുത്ത ആക്രമണം തന്നെയാണ് ഇറാൻ നടത്തുന്നതെന്നാണ് സൗദി നിലപാട് സ്വീകരിച്ചത്. സൗദിക്കൊപ്പം 12 അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ കൂടി ഇറാനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ ജപ്പാനോടൊപ്പം ചേർന്ന് ഇപ്പോൾ ഇറാനെതിരെ ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ്. UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലാൻഡ്സ്, ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് ഇറാനെതിരെ നിലവിൽ ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയത്. UK പ്രധാനമന്ത്രിയായിട്ടുള്ള ഈ കീർ സ്റ്റാമറിന്റെ ഓഫീസ് വഴിയാണ് ഇത്തരമൊരു പ്രസ്താവന നിലവിൽ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിലവർ ഇറാന്റെ ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നുണ്ട്. അതുപോലെ ഹോർമുസിലുള്ള സുഗമമായിട്ടുള്ള കപ്പൽ ഗതാഗതത്തിന് തങ്ങൾ സുരക്ഷയൊരുക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്, ഇതിനു വേണ്ടി നീക്കങ്ങൾ നടത്തുമെന്നും ഈ രാജ്യങ്ങൾ ഇപ്പോൾ ഉറപ്പു നൽകുന്നു. അതായത് അമേരിക്ക ഇതിനു മുൻപേ ഹോർമുസിന്റെ രക്ഷയ്ക്കായി പല രാജ്യങ്ങളെയും സഹായത്തിന് വിളിച്ചിരുന്നു. ഇതിൽ തന്നെ ഈ ലിസ്റ്റിൽ തന്നെ UK, ഫ്രാൻസ്, അതുപോലെ ജർമ്മനി, ജപ്പാൻ എന്നീ രാജ്യങ്ങളെ അടക്കം അമേരിക്ക വിളിച്ചതാണ്. എന്നാൽ അന്നൊന്നും ഇവർ യുദ്ധോപകരണങ്ങളും അതുപോലെ യുദ്ധക്കപ്പലുകളെയും അയക്കാൻ സന്നദ്ധരായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ രാജ്യങ്ങൾ തന്നെ ഒരു സംയുക്ത പ്രസ്താവനയിലൂടെ ഈ ഹോർമുസിന്റെ രക്ഷയ്ക്കായി എത്തുമെന്ന് പറയുന്നു. ഇറാൻ അവിടെ ഈ ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിച്ചത് വഴിയും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തുന്നത് വഴിയും അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുകയാണ്. ഇത്തരത്തിലൊരു അന്താരാഷ്ട്ര കപ്പൽ പാത തടഞ്ഞിടുന്നത് അത് ആഗോള പ്രതിസന്ധി ഉണ്ടാക്കും, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഈ രാജ്യങ്ങൾ നിലവിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇറാന്റെ ശക്തമായിട്ടുള്ള ആക്രമണം ഇന്നത്തെ ഇപ്പോൾ ഈദ് ദിവസമായിട്ട് പോലും പശ്ചിമേഷ്യയിൽ തുടരുന്നു എന്ന് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ UAE, ബഹ്റൈൻ, അതുപോലെ ഖത്തർ എന്നീ രാജ്യങ്ങൾ ഇന്ന് രാവിലെ തന്നെ നിരവധി ഡ്രോണുകൾ ഇന്റർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സൗദി അറേബ്യയിലേക്ക് മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇവയെല്ലാം പ്രതിരോധിച്ചതായിട്ടാണ് നിലവിലുള്ള വിവരം. ഇന്നലത്തേതുപോലെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും നിലവിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അമേരിക്കയുടെ ഒരു F-35 വിമാനം ഇറാൻ തകർത്തതായിട്ടുള്ള വിവരമുണ്ട്. ഈ വിമാനത്തിലേക്ക് ശക്തമായിട്ടുള്ള ആക്രമണമുണ്ടായി. തുടർന്ന് ഈ F-35 തീപിടിക്കുകയായിരുന്നു. അങ്ങനെ തീപിടിച്ചതിനെ തുടർന്ന് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടി വന്നു. എന്തായാലും പൈലറ്റ് സുരക്ഷിതനാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. F-35 എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മുന്തിയ ഇനം യുദ്ധവിമാനങ്ങളിലൊന്നാണ്. ഏതാണ്ട് $100 മില്യൺ ഒരു വിമാനത്തിൻ്റെ ചെലവെന്ന് പറയുന്നത്. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ US-ന്റെ ഏതാണ്ട് 16ഓളം വിമാനങ്ങളാണ്
ആക്രമണങ്ങളാണ് ഇറാൻ തകർത്തത്. ഇതിൽ 10 എണ്ണം ഡ്രോൺ ആക്രമണത്തിലാണ് തകർന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതുപോലെ ഇസ്രയേൽ നിലവിൽ ഇന്നലെ തെക്കൻ ഇറാനിലുള്ള ഈ ഗ്യാസ് പ്ലാന്റിന് നേരെ നടന്നിട്ടുള്ള ആക്രമണങ്ങളിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഈ ആക്രമണങ്ങളിൽ അമേരിക്കയ്ക്ക് യാതൊരുവിധ പങ്കുമില്ല, ഇസ്രയേലാണ് പൂർണ്ണമായും ഇത്തരം ഈ ഒരു ആക്രമണം നടത്തിയത്. എന്തായാലും US-ന്റെ അഭ്യർത്ഥന മാനിച്ച് ഈ ഗ്യാസ് പ്ലാന്റുകളിലേക്കും അതുപോലെ തന്നെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലേക്കുമുള്ള ആക്രമണം ഇസ്രായേൽ നിലവിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അതുപോലെ അമേരിക്കയെ ഒരിക്കലും ഇസ്രായേൽ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിട്ടിട്ടില്ല. നിലവിൽ ഈ യുദ്ധം ഒരുപാട് നാൾ നീളുമെന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നതിലും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ നെതന്യാഹുവിൻ്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഇസ്രായേൽ സൈന്യം ടെഹ്റാനിലേക്ക് ആക്രമണം കടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിരവധി സ്ഫോടനങ്ങളടക്കം അവിടെ കേട്ടതായിട്ടാണ് റിപ്പോർട്ട്. ഇതിനിടെ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില ഇപ്പോൾ ഇന്ന് $115 പെർ ബാരൽ എന്നുള്ള വിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വില നിയന്ത്രിക്കുന്നതിന് വേണ്ടി അമേരിക്ക ഒരു കടുത്ത കൈ പ്രയോഗിക്കുകയാണ്. അതായത് ഇറാൻ ഓയിലിന് നേരെയുള്ള ഉപരോധം അമേരിക്ക നിലവിൽ പിൻവലിച്ചിട്ടുണ്ട്. ഇപ്പോൾ കടലിൽ മൊത്തത്തിൽ ഏതാണ്ട് 140 ബാരൽ ഇറാനിയൻ എണ്ണയാണ് കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള വിവരമുള്ളത്. ഇതിൻ്റെ ഒരു ഉപരോധം അമേരിക്ക പിൻവലിക്കുകയാണ്. ഇത്തരത്തിൽ മാർക്കറ്റിലേക്ക് കൂടുതൽ എണ്ണ എത്തിച്ച് ഈ ക്രൂഡ് ഓയിലിൻ്റെ വില ഉയരുന്നത് അതൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എന്തായാലും ഇറാനെതിരെ നിലവിൽ കൂടുതൽ രാജ്യങ്ങൾ കൂടി രംഗത്തെത്തിയ സാഹചര്യത്തിൽ യുദ്ധം അത് ഒരു സമവായത്തിലേക്ക് പോകുമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഗതി എന്താകുമെന്നുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ലോകത്തെല്ലാവരും. ശരി, നമുക്ക് മറ്റ് ഒരു വാർത്തയിലേക്ക് കൂടി ഒന്ന് പോകണം. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ് പോകുന്നത്. നേമം നിയോജക മണ്ഡലത്തിൽ ശക്തിപ്രകടനവുമായി UDF സ്ഥാനാർത്ഥി KS ശബരിനാഥ്. കോൺഗ്രസിലെ വിവാദങ്ങൾ താൽക്കാലികമാണെന്നും തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം സ്വന്തമാക്കാൻ കഴിയുമെന്നും ശബരി പ്രതികരിച്ചു. നല്ല ആവേശമുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ടില്ല, പക്ഷെ എന്നിരുന്നാലും നമ്മളെല്ലാവരും ഒന്ന് ഇറങ്ങുകയാണ്. ഇത്തവണ നേമം അടക്കമുള്ള തിരുവനന്തപുരം ജില്ലയിൽ വലിയ വിജയമുണ്ടാകും. കേരളം ജയിക്കും, UDF നയിക്കും. ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മത്സരം ത്രികോണമാകുമ്പോൾ 3 സ്ഥാനാർത്ഥികൾക്കും പറയാനുള്ള നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ മുന്നണി രാഷ്ട്രീയം, നിലപാടുകൾ, UDF ചെയ്തിട്ടുള്ള കാര്യം, ഇവിടെയുള്ള ഇടതുപക്ഷ BJP ബാന്ധവം, ഇത് പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നയങ്ങൾ പറഞ്ഞുകൊണ്ട് നേമത്തിന്റെയും തിരുവനന്തപുരത്തിന്റെയും ഭാവിയും നയങ്ങളും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയിലെ നാടുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. എല്ലാവരുടെയും സ്നേഹാശംസകൾ ഉണ്ടാകുന്നു. സംസ്ഥാനത്തിന്റെ മൊത്തം ചിത്രം നോക്കുകയാണെങ്കിൽ UDF എത്രത്തോളം ഉണ്ടായി? പട്ടിക അടക്കം പൂർത്തിയായില്ല. അത് കുഴപ്പമില്ല. BJPയുടെ പട്ടിക വന്നിട്ടില്ല. CPM-ന്റെ പട്ടിക വന്നപ്പോൾ ആളുകൾ പട്ടികയുടെ വെളി വന്നുകൊണ്ടിരിക്കുകയാണ്. UGF 100 സീറ്റിൽ കൂടുതൽ നിന്നുകൊണ്ട് വിജയിക്കും. കാര്യങ്ങളെല്ലാം ക്ലിയറാവും. ശുഭമായിട്ട് നിയമമടക്കമുള്ള സീറ്റുകൾ UDF വിജയിക്കും. ശബരിനാഥ് നേമത്തെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ സംസാരിച്ചത്. വിസ്മയം കോൺഗ്രസിൽ മാത്രമല്ല, കണ്ണൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ സഹോദരൻ BJPയിൽ അംഗത്വമെടുത്തു. സണ്ണി ജോസഫ് പെരുമ്പാവൂരിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഷാജി BJPയിൽ ചേർന്നത്. കോൺഗ്രസ് പാരമ്പര്യമുള്ള ഷാജി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായാണ് BJPയിൽ ചേർന്നതെന്ന് ന്യൂസ് 18നോട് പറഞ്ഞു. സാധാരണ പ്രവർത്തനമായി തുടരുമെന്നും ഷാജി വ്യക്തമാക്കി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ഇളയ സഹോദരനാണ് BJPയിൽ ചേർന്നിരിക്കുന്നത്. ഷാജി വി ജോൺ തന്നെ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. എന്താണ് BJPയിൽ ചേരാനിടയായ ഒരു സാഹചര്യം? BJPയിൽ ചേരാൻ കുറച്ചു കാലം ആലോചിക്കുന്നതാണ്. അത് ഇന്നലെയാണ് തീരുമാനിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട്. BJPയിൽ ചേരാനുള്ള കാരണം ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ള ചിന്താഗതിയിലൂടെയാണ്. ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന രാജ്യ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുക, അതിനോടൊപ്പം നിൽക്കുക, കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാടിന്മയ്ക്കെതിരെ നിൽക്കുക എന്ന നിലപാട് സ്വീകരിക്കുക എന്നുള്ള ഒരു ബോധത്തിൽ നിന്നാണ് ഞാൻ ഈ തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായിരുന്നു രാഷ്ട്രീയ പാരമ്പര്യം? നേരത്തെ KSUവിലായിരുന്നു, മണ്ഡലം പ്രസിഡന്റായിരുന്നു. എങ്ങനെയായിരുന്നു ഈ? ഞാൻ ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 12 വയസ്സിൽ KSU മെമ്പറായി ചേർന്നതാണ്. ഹൈസ്കൂൾ യൂണിറ്റ് 2 വർഷം പ്രസിഡന്റായിരുന്നു, സ്കൂൾ ലീഡറായിരുന്നു. കോളേജ് വിദ്യാഭ്യാസ രാഷ്ട്രീയത്തിൽ KSU ഭാരവാഹിയായിരുന്നു, കോളേജ് യൂണിയൻ കൗൺസിൽ ചെയർമാനായിരുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പോവുകയും ബ്ലോക്ക് എക്സിക്യൂട്ടീവ് മെമ്പറാകുകയും മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാകുകയും പിന്നീട് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി ആകും. ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കോൺഗ്രസിന് അടിവേരുകളുള്ള ശക്തിയുള്ള ഒരു പ്രദേശമായ ഉളിക്കൽ പഞ്ചായത്തിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ സമ്മേളനങ്ങളിലും പ്രവർത്തനങ്ങളിലും മറ്റ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകനായി അതിൻ്റെ ഭാഗമായി നിന്നിട്ടുണ്ട്. ഈ സഹോദരനുമായി നല്ല ബന്ധത്തിലാണോ? എന്താണ് സഹോദരൻ ഇങ്ങനെ ഒരു BJPയിലേക്ക് ചേരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന്? രാഷ്ട്രീയത്തിൽ സഹോദരൻ എന്നുള്ളതൊന്നുമില്ല. നമ്മുടെ AV താമരാജനും പിന്നെ വീതനഗരനും MLA-മാരായിട്ട് കേരള നിയമസഭയിലുള്ളപ്പം അവർ സഹോദരങ്ങളായിരുന്നു. 2 പാർട്ടിയിലായിരുന്നു. ഒരാൾ RSPയിലും ഒരാൾ
നഗരസഭയുടെ നേതാവ്, 2 പേര് MLA മാരായിരുന്നു. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം. ആ സമയത്ത് സഹോദരൻ ഇങ്ങനെ പോകുന്നു പറയുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി അവർക്ക് ഉണ്ടാക്കുന്നുണ്ട്? ഞാൻ അല്ല, അത് ഒരിക്കലും ഉണ്ടാക്കുന്നില്ല. കാരണം എൻ്റെ വേറൊരു സഹോദരൻ CPM ഭാവിയാണ്, സണ്ണി ജോസഫിൻ്റെ സഹോദരൻ. പിന്നെ നിങ്ങൾ പറഞ്ഞ ഇളയ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇളയ സഹോദരൻ ഞാനല്ല, എൻ്റെ അനുജനുണ്ട്. ഇളയ സഹോദരൻ എന്ന് പറയാം, പക്ഷേ ഏറ്റവും ഇളയ എൻ്റെ അനുജനുണ്ട്. അപ്പം ഞാൻ ഇളയ സഹോദരനാണ്. ഇത് കുടുംബ ബന്ധത്തെയോ രാഷ്ട്രീയത്തെയോ ആരെയും ബാധിക്കുന്നില്ല. ഇത് വ്യക്തിപരമാണ്. എൻ്റെ മകൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗമാണ്, ജ്യേഷ്ഠൻ KPCC പ്രസിഡൻ്റാണ്. അവരാരും രാഷ്ട്രീയം മാറിയിട്ടില്ല. ഞാൻ എൻ്റേതായ വ്യക്തിപരമായ തീരുമാനം മാത്രമാണ് എടുത്തിട്ടുള്ളത്. അവരോട് ആരോടും ഈ തരത്തിൽ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അറിയാം, അത് എല്ലാം വ്യക്തിപരമാണ്. എങ്ങനെയാണ് ഇപ്പോൾ BJPയുടെ കേരളത്തിലെ 35-40 സീറ്റിൽ വരെ നിർണായക ശക്തിയായി മാറിയിരിക്കുന്ന സാഹചര്യമുണ്ട്? എങ്ങനെയാണ് ഇപ്പോൾ BJPയുടെ പൊതുവെ സംസ്ഥാന തലത്തിൽ നിങ്ങൾ നോക്കി? അത്തരത്തിലുള്ള ഒരു വിശദമായ വിലയിരുത്തലിനൊന്നും ഞാൻ പ്രാപ്തനല്ല. ഒന്ന് ഏത് രീതിയിലായിരിക്കും ഇനി പ്രവർത്തനം? എൻ്റെ BJPയുടെ താഴെ തലത്തിൽ സാധാരണ പ്രവർത്തനമായി താഴെ തലത്തിൽ എൻ്റെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് കാലങ്ങളായി ഞാൻ അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ നടത്തി വരാറുള്ളൂ. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. അത് തന്നെയില്ല. കണ്ണൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായി സജീവമായിട്ടുണ്ടാവും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി. അത് പാർട്ടി നിർദ്ദേശിക്കുന്നതനുസരിച്ച് എനിക്ക് ഏറ്റവും താല്പര്യം എൻ്റെ പ്രാദേശികമായ തലത്തിൽ മാത്രം പ്രവർത്തിക്കുന്നതിനോടാണ്. BJPയുടെ ഇരിക്കോട് നിയമങ്ങളുടെയും മുടുക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയോടും ചേർന്ന് ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്നതിനാണ്. പ്രദേശങ്ങൾ അറിയാവുന്ന ആളുകളെ അറിയാവുന്നതുകൊണ്ട് അതാണ് എനിക്ക് താല്പര്യം. എന്തായാലും KPCC പ്രസിഡന്റ് വീട്ടിൽ നിന്നാണ് ഇത്തരത്തിലൊരു അവരുടെ കുടുംബത്തിൽ നിന്നാണ് ഇത്തരത്തിൽ BJPയിലേക്ക് ഒരു വിസ്മയം ഉണ്ടായിരിക്കുന്നത്. വിസ്മയത്തിൻ്റെ കാലമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിരവധി വിസ്മയങ്ങൾ കണ്ടു. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന് ഇത് ഒരു മുതൽക്കൂട്ടാകുകയും ചെയ്യും. KV ബൈജു, ന്യൂസ് 18, കണ്ണൂർ. ആറന്മുള മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ റോഡ് ഷോയോടുകൂടി പത്തനംതിട്ടയിൽ ആരംഭിച്ചു. നാളെ മുതൽ BJP ഭരിക്കുന്ന നാരങ്ങാനം പഞ്ചായത്തിൽ നിന്നും പദയാത്രയോടുകൂടിയാണ് മണ്ഡലത്തിലെ പ്രചരണ പരിപാടികൾ നടക്കുക. ഈ ആറന്മുള നിയോജക മണ്ഡലത്തോട് LDFും UDFും കാണിച്ച അനീതി, പക്ഷപാതപരമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു നാടിന്റെ തന്നെ വികസനത്തെ മുട്ടിച്ച ആ 2 മുന്നണികൾക്കും എതിരെ ഉണ്ടായിരിക്കുന്ന ജനരോഷമാണ് വാസ്തവത്തിൽ ഇന്ന് NDAയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഉടനീളം കാണാൻ കഴിയും. ഒരു വികസിത ആറന്മുള ഉണ്ടാകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രാദേശിക തലത്തിൽ ഉയർന്ന പോസ്റ്റർ പ്രതിഷേധം ഗൗരവമുള്ളതല്ലെന്ന് എലത്തൂരിലെ UDF സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ. മണ്ഡലത്തിൽ ചരിത്ര വിജയം നേടും. ജില്ലയിൽ വനിതകൾക്ക് മികച്ച പരിഗണനയാണ് UDF നൽകിയതെന്നും വിദ്യാ ബാലകൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വിദ്യാ ബാലകൃഷ്ണനാണ്. വലിയൊരു അവസരമാണ് പാർട്ടി നൽകുന്നതല്ലേ? തീർച്ചയായിട്ടും ഒരു സർപ്രൈസ് ആയിരുന്നു. എന്താണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നിങ്ങളൊക്കെ വലിയ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും എലത്തൂരിൽ മത്സരിക്കുമെന്നുള്ളതായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സർപ്രൈസ് ഒന്നും അല്ലായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതൊരു ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അസംബ്ലി ഇലക്ഷനിൽ കിട്ടിയിട്ടുള്ളത്. 2 തവണ കോർപ്പറേഷനിൽ മത്സരിക്കാനും ജയിക്കാനും ഒക്കെ ഉള്ളൊരു നിയോഗം ഉണ്ടായിട്ടുണ്ട്. എലത്തൂർ ഇത്തവണ UDFന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണുള്ളത്. 4 പഞ്ചായത്ത് ഇപ്പോൾ UDF ഭരിക്കുന്ന സാഹചര്യമുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് പല പഞ്ചായത്തുകളും തലക്കുളത്തൂരാണെങ്കിലും അതുപോലെ തന്നെ കുരുവട്ടൂരാണെങ്കിലും ഒക്കെ ജയിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഈ ഒരു ഇലക്ഷനിൽ UDFന് അനുകൂലമായിരിക്കും. അത് വോട്ടായി മാറും. തീർച്ചയായിട്ടും UDFന് ഒരു അവിടെ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന്. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അത് മന്ത്രി അദ്ദേഹം തുടർച്ചയായി ജയിക്കുകയാണ്. അദ്ദേഹം തന്നെ ഇന്ന് പറഞ്ഞത് ഞാൻ ഓരോ തവണ ജയിക്കുമ്പോഴും ഭൂരിപക്ഷം ഇങ്ങനെ കയറി വരും. ഓരോ ഇലക്ഷന്റെ സമയത്തും പല സാഹചര്യങ്ങളാണ് അന്നത്തെ ഇലക്ഷൻ റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഏതെങ്കിലും സമയത്ത് ഇത്രയധികം സീറ്റ് UDF ജയിച്ചിട്ടുണ്ടായിരുന്നു. 4 കോർപ്പറേഷൻ ഞങ്ങൾ ജയിച്ചിട്ടില്ലേ? കോഴിക്കോട് കോർപ്പറേഷൻ ഞങ്ങൾക്ക് കപ്പിനും ചുണ്ടിനും ഇടയിലല്ല ഇത്തവണ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇത്തവണത്തെ ഇലക്ഷനുണ്ട്. അപ്പോൾ അത് മിനിസ്റ്റർ അല്ലെങ്കിൽ അവരെന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇത്തവണത്തെ എലത്തൂർ UDFനൊപ്പം നിൽക്കും. വനിതാ പ്രാതിനിധ്യം എന്തായാലും ഒരു വനിതയ്ക്ക് കോൺഗ്രസിൽ കിട്ടിയിട്ടുണ്ട്. അത് തൃപ്തികരമാണോ?
കോഴിക്കോട് ജില്ലയിൽ ഇപ്പം 5 സീറ്റിലാണ് കോൺഗ്രസ് മത്സരരംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പം ബാക്കി ഇപ്പം 13 കണ്ടിക്കും ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ നോക്കുന്ന സമയത്തും ഫാത്തിമ തെഹലിയ മത്സരിക്കുന്നു, രമ മത്സരിക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് വനിതകൾക്ക് ഏറ്റവും നല്ല പ്രാധാന്യമാണ് UDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ 5 സീറ്റ് മത്സരിക്കുന്നതിൽ ഒരു സീറ്റ് വനിതയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ നല്ല കാര്യമാണ്, നല്ല റെപ്രസെന്റേഷനാണ്. ഇനി വരും കാലങ്ങളിൽ അതിന്റെ നമ്പർ ഇനിയും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിർത്തിയെടുത്തുനിന്നാണ് നിങ്ങൾ തുടരാൻ ഉദ്ദേശിക്കുന്നത്? പഞ്ചായത്തിന് നിർത്തിയെടുത്ത് ഇപ്പോഴവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. അവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ തുടർച്ച ഏപ്രിൽ മാസം 9-ാം തീയതി വരെ ഉണ്ടാകും. അതിനുശേഷം റിസൾട്ട് എണ്ണുന്ന സമയത്ത് UDF ജയിക്കും. 1-2 പോസ്റ്ററൊക്കെ ഇന്ന് രാവിലെ അവിടെ ഇവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നുള്ള വിവരങ്ങളൊക്കെ അതൊക്കെ നിസ്സാരമായ കാര്യമാണ്. അത് ഒരു വലിയ വിഷയമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ആരാണ് ചെയ്തെന്നുള്ളത് കൃത്യമായിട്ട് അതൊന്നൊരു എന്താ പറയുക, സ്വാഭാവികമാണ് ഇലക്ഷൻ സമയത്ത് അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധിയോ ഒന്നും എലത്തൂർ മണ്ഡലത്തിൽ. ഞാനിപ്പം എലത്തൂർ ഒരു കൺവെൻഷനാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ഇഫ്താറും എലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ലീഡർഷിപ്പിൽ ഒരു കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. ചേളന്നൂർ ബ്ലോക്കിന്റെ മീറ്റിംഗ് രാവിലെ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വളരെ സജീവമായിട്ട് UDF സംവിധാനം എലക്ഷൻ വരെയുള്ള ഏപ്രിൽ 9-ാം തീയതി വരെ നടത്തേണ്ട എല്ലാ പ്രോഗ്രാമിന്റെയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രാറ്റജി ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. വിജയം മാർജിൻ ഒന്നും പ്രെഡിക്ട് ചെയ്യുന്നുണ്ടോ ഇപ്പോഴേ? അല്ല, മാർജിനല്ലല്ലോ, വിജയമാണല്ലോ പ്രാധാന്യം. എന്തായാലും വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച മണ്ഡലമാണെങ്കിലും അത് പിടിച്ചെടുക്കാൻ കഴിയും എന്ന ഒരു ഉത്തമ വിശ്വാസമുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പുകളിലെയും ഓരോ ഘടകങ്ങളാണ് ആ വോട്ട് നഷ്ടപ്പെടുത്താനും അല്ലെങ്കിൽ പരാജയത്തിനും കാരണമായത്. പക്ഷേ കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ CPMന്റെ കോട്ടകളായ പഞ്ചായത്തുകൾ പോലും എലത്തൂരിൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് വിദ്യാ ബാലകൃഷ്ണൻ എലത്തൂരിൽ ഇത്തവണ ജനവിധി തേടുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിലെ ക്യാന്റീൻ അടച്ചുപൂട്ടിയതോടെ ദുരിതത്തിലായ രോഗികൾക്ക് സൗജന്യ കഞ്ഞിയൊരുക്കി CITUവും ഓട്ടോ തൊഴിലാളികളും. പാചകവാതകക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ആശുപത്രിയിലെ ക്യാന്റീനും സമീപത്തെ ഹോട്ടലുകളും അടച്ചുപൂട്ടുകയായിരുന്നു. ഇതോടെയാണ് ആശുപത്രിയുടെ അഭ്യർത്ഥന പ്രകാരം രോഗികൾക്കായി സൗജന്യ കഞ്ഞി ഒരുക്കിയത്. പാചകവാതകക്ഷാമം രൂക്ഷമായതോടുകൂടി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ക്യാന്റീനും അത് സമീപത്തുള്ള മറ്റ് ഹോട്ടലുകളെല്ലാം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അതോടുകൂടിയാണ് ഇപ്പോൾ CITയുടെ നേതൃത്വത്തിൽ ആശുപത്രിയുടെ മുൻവശത്ത് ഇപ്പോൾ കഞ്ഞി വിതരണം, കഞ്ഞി ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് തന്നെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും CITയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വിതരണം ചെയ്യുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഈ ഒരു ആശുപത്രി തന്നെ ആവശ്യപ്പെട്ടാണോ അല്ലെങ്കിൽ CITയുടെ നേതൃത്വത്തിൽ? അല്ല, ആശുപത്രി അധികാരികൾ ഇങ്ങനെ ഒരു സജഷൻ വെച്ചു. കാരണം ഒന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിയുന്ന രോഗികൾക്ക് പൊടിയരി കഞ്ഞി കൊടുക്കണം, ചൂടുവെള്ളം കിട്ടുന്നില്ല, ആശുപത്രിയിലെ ക്യാന്റീൻ അടച്ചു, പുറത്തുള്ള കടകൾ അടച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊടിയരി കഞ്ഞി കിട്ടാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ആശുപത്രിയിലെ അധികാരികൾ ഒരു അഭ്യർത്ഥന ചോദിച്ചിങ്ങനെ കഞ്ഞി വെച്ച് കൊടുക്കാൻ പറ്റി സാധിക്കുമെന്ന് ചോദിച്ചു. അത് ഇവിടുത്തെ CIT ചുമട്ടുതൊഴിലാളികളും അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളും അത് ഏറ്റെടുത്തു. ഇത് 3-ാം ദിവസമാണ്. ആദ്യം നമ്മൾ 12:30ക്കാണ് കൊടുത്തത്. അപ്പോൾ ആശുപത്രിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ 12:30 10:30 ആകുമ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകൾക്ക് കഞ്ഞി കൊടുക്കണം ICUലൊക്കെ. അപ്പോൾ അങ്ങനെ കൊടുത്താൽ നന്നായിരിക്കും. ഇപ്പോൾ ഇന്ന് മുതൽ നമ്മൾ 10:30 ആക്കി. ആദ്യം 6 കിലോ അരി ഇട്ടു, കുറച്ച് മിച്ചം വന്നു, നമുക്ക് അറിഞ്ഞൂടല്ലോ, മിച്ചം വന്നു. ഇപ്പം 2-ാം ദിവസമായപ്പോൾ നമ്മൾ ക്രമപ്പെടുത്തി 4 കിലോ പൊടിയരിയാണ് ഇപ്പോൾ ഇടുന്നത്. ഈ തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതം കൊണ്ടാണ് ഈ പൊടിയരിയും നാരങ്ങയൊക്കെ വാങ്ങിച്ച് സൗജന്യമായിട്ട് ഇതിപ്പം നൽകുന്നത്. ഇന്ന് രാവിലെ ആയപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് നമുക്ക് 5 കിലോ പൊടിയരി വാങ്ങിച്ചു തന്നു. അപ്പോൾ അങ്ങനെ ഇതിപ്പം നിലവിൽ തുടർന്നു പോകാനാണ് ആലോചിക്കുന്നത്. വെച്ചാൽ ഗ്യാസിന്റെ ക്ഷാമം കാരണം കടകൾ പൂട്ടി. അപ്പോൾ വരുന്ന രോഗികൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത് തുടർന്നു പോകാൻ ഒരു സഹായമായി, ഒരു ആശ്വാസമായി, അവർക്ക് ഒരു ആശ്വാസമായി തുടർന്നു പോകാനാണ് ഇവിടുത്തെ CIT തൊഴിലാളികൾ തീരുമാനിച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ട് രോഗികളുടെ ഭാഗത്തുള്ള പ്രതികരണം? എങ്ങനെയാണ്? നല്ല അഭിപ്രായം. അവർക്ക് വല്ല വെളിയിൽ കഞ്ഞിയും നാരങ്ങ വാങ്ങിയാൽ 30 രൂപയാവും. ഇത് സൗജന്യമായിട്ട് ഈ അവസരം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അവർ കൊണ്ടുവരുമ്പോൾ തന്നെ ചൂട് പോയി. അറിയാലോ, പല ജില്ലയിലെ പല ഭാഗത്തുള്ള ആളുള്ള സാധാരണക്കാരാണ് ഈ ജില്ലാ ആശുപത്രിയിൽ ആശ്രയിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് അവർക്ക് ഇത് കൊടുക്കുന്നത്, ചൂട് കഞ്ഞി കൊടുക്കുന്നത് അവർക്ക് ഒരു വലിയ ആശ്രയം തന്നെയാണ്. അത്തരത്തിലാണ് ഈ പാചകവാതക പ്രതിസന്ധി ആശുപത്രികളെയും ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഒരു പരിഹാരം എന്നോണമാണ് ഇപ്പോൾ CITയുടെ നേതൃത്വത്തിൽ ജനറൽ ആശുപത്രിക്ക് മുൻവശത്ത് കഞ്ഞി ഒരുക്കിയിരിക്കുന്നത്. ക്യാമറാമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. കുടിവെള്ളം കിട്ടാക്കനിയായതോടെ സ്വന്തമായി വാഹനമോടിച്ച് കുടിവെള്ളം എത്തിച്ച് ഒരു വാർഡ് കൗൺസിലർ. തൊടുപുഴ നഗരസഭ നടുക്കണ്ടം വാർഡ് കൗൺസിലർ നിഷ സോമനാണ് കുടിവെള്ളം എത്താത്ത ഇടങ്ങളിൽ കയ്യിൽ നിന്നും പണം ചിലവാക്കി കുടിവെള്ളം എത്തിച്ചത്. കുടിവെള്ളം വാർഡിലെത്തിക്കാത്ത വാട്ടർ അതോറിറ്റിയോടുള്ള
മെമ്പറുടെ പ്രതികാരം കൂടിയാണ് ഇത്. തൊടുപുഴ നഗരസഭ നടുകണ്ടം വാർഡിലെ കൗൺസിലറാണ് KPCC ജനറൽ സെക്രട്ടറി കൂടിയായ നിഷ സോമൻ. നിഷ സോമന്റെ വാർഡിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് 2 ആഴ്ച പിന്നിടുന്നു. പലതവണ വാട്ടർ അതോറിറ്റിയെ ബന്ധപ്പെട്ടെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇതോടെയാണ് വാർഡ് കൗൺസിലർ തന്നെ കുടിവെള്ളം എത്തിക്കുവാൻ മുന്നിട്ടിറങ്ങിയത്. നിഷ സോമന് ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയാണ്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ രാവിലെ വെള്ളം എത്തിക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. കണ്ണു തുറന്ന് കാണട്ടെ, ഇവിടെ ധാരാളം ആളുകൾക്ക് വെള്ളമില്ല. ഇവിടെ ഒരു അമൃതം കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ പോകുന്നുണ്ട്. യാതൊരു നടപടിയും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നില്ല. വാർഡിലെ ഉയർന്ന പ്രദേശങ്ങളായ കുറുകുന്ന്, സൺവ്യൂ, തോട്ടിക്കട, ഷിറോസ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്നത്. ഇതിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മേഖലയിലാണ് കൗൺസിലർ നേരിട്ട് കുടിവെള്ളം എത്തിച്ചത്. ഒരു വാഹനം വാടകയ്ക്കെടുത്ത് സ്വയം ഡ്രൈവ് ചെയ്താണ് നിഷ സോമൻ കുടിവെള്ളവുമായി എത്തിയത്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നിഷ സോമന്റെ ആരോപണം. പ്രശ്നം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ഇവർ വ്യക്തമാക്കി. ന്യൂസ് 18 തൊടുപുഴ. നമുക്ക് ന്യൂസ് 18 സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകണം. തിരുവനന്തപുരം പുല്ലാട് സ്വദേശികളായ ഷിബിന്റെയും ലിജിയുടെയും മകൻ അദ്വൈതിന്റെ 18ാം ജന്മദിനം ഇന്നാണ്. അദ്വൈതിന് മാതാപിതാക്കൾ ജന്മദിനാശംസകൾ നേരുന്നു. ഒപ്പം ന്യൂസ് 18ന്റെയും ആശംസകൾ അദ്വൈതിന്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി പോലീസ് പെട്രോൾ കാണാം. നമസ്കാരം.